question നോക്കുക. Verify mean value theorem if f of x equals x square minus 4x minus 3 in the interval 1, 4. Find all c which belongs to open interval 1, 4 such that f dash of c equals 0. അപ്പോൾ ഫസ്റ്റ് തന്നെ തന്നിട്ടുള്ള ഫംഗ്ഷൻ മീൻ വാല്യൂ തിയറം സാറ്റിസ്ഫൈ ചെയ്യണ്ടോ എന്ന് നോക്കാം. അപ്പോൾ മീൻ വാല്യൂ തിയറത്തിൻ്റെ രണ്ട് കണ്ടീഷനാണ്. തന്നിട്ടുള്ള ഫംഗ്ഷൻ ഈ ഡൊമെയിനിൽ കണ്ടിന്യൂസ് ആവണം. അപ്പോൾ അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. സെക്കൻഡ് കണ്ടീഷനാണ് തന്നിട്ടുള്ള ഫംഗ്ഷൻ ഓപ്പൺ ഇൻട്രവൽ 1, 4 ഡിഫറൻഷ്യബിൾ ആവണം. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ എന്താ? എഫ് ഓഫ് എക്സ് ഈക്വൽസ് എക്സ് സ്ക്വയർ മൈനസ് 4x മൈനസ് 3. ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷനാണ്. പോളിനോമിയൽ ഫംഗ്ഷൻ കണ്ടിന്യൂസുമാണ് ഡിഫറൻഷ്യബിളുമാണ് അല്ലേ? അപ്പോൾ മീൻ വാല്യൂ തിയറത്തിൻ്റെ രണ്ട് കണ്ടീഷനും ഇയാൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഓപ്പൺ ഇൻട്രവൽ 1, 4 ഇടയിൽ ഒരു സി കണ്ടുപിടിക്കാൻ പറ്റും. സച്ച് ദാറ്റ് എഫ് ഡാഷ് ഓഫ് സി എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ബി. ബി 4 ആണ്. എഫ് ഓഫ് 4 മൈനസ് എഫ് ഓഫ് 1 ബൈ 4 മൈനസ് 1. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഈ സി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് കണ്ടുനോക്കാം. അപ്പോൾ തന്നിട്ടുള്ള ഫംഗ്ഷൻ എക്സ് സ്ക്വയർ മൈനസ് 4x മൈനസ് 3 ആണ്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? എഫ് ഡാഷ് ഓഫ് എക്സ് ദറ്റ് ഇസ് 2x മൈനസ് ഡെറിവേറ്റീവ് ഓഫ് 4x ദറ്റ് ഇസ് 4. അങ്ങനെയാണെങ്കിൽ എഫ് ഡാഷ് ഓഫ് സി എന്താണ്? ദറ്റ് ഇസ് ഈക്വൽ ടു എക്സിൻ്റെ പ്ലേസിൽ സി വരും. അപ്പോൾ 2c മൈനസ് 4 അല്ലേ? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എഫ് ഡാഷ് ഓഫ് സി ദറ്റ് ഇസ് 2c മൈനസ് 4 ദറ്റ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് 4 എന്താണ്? 4 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 4 മൈനസ് 3. അപ്പോൾ 4 സ്ക്വയർ 16 മൈനസ് 16 മൈനസ് 3. അപ്പോൾ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് 3 ആണ് കിട്ടുക. അപ്പോൾ ഇവിടെ മൈനസ് 3 വരും. മൈനസ് എഫ് ഓഫ് 1 അതെന്താ? 1 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 1 മൈനസ് 3 ദറ്റ് ഇസ് ഈക്വൽ ടു 1 മൈനസ് 4 മൈനസ് 3 ദറ്റ് ഇസ് ഈക്വൽ ടു എന്താണ്? മൈനസ് 3 മൈനസ് 3 ദറ്റ് ഇസ് മൈനസ് 6 ഡിവൈഡഡ് ബൈ 4 മൈനസ് 1 ദറ്റ് ഇസ് 3. നമുക്ക് എന്ത് കിട്ടും? 2c മൈനസ് 4 ഈക്വൽസ് മൈനസ് 3 പ്ലസ് 6 ദറ്റ് ഇസ് 3. അപ്പോൾ 3/3 ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് 1 ആണ് കിട്ടുക. അപ്പോൾ ഇതിൽ നിന്ന് 2c എന്ത് കിട്ടും? ദറ്റ് ഇസ് ഈക്വൽ ടു 1 മൈനസ് 4 ഇങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് 4. അപ്പോൾ c എന്തായിരിക്കും? 5/2 അല്ലേ? ഇതാണ് നമ്മുടെ c. അപ്പോൾ 5/2 എന്ന് പറയുന്നതാണ് 2.5. അപ്പോൾ നമ്മുടെ 2.5 എന്ന് പറയുന്നത് ഈ ഇൻട്രവലിൻ്റെ ഉള്ളിൽ ലൈ ചെയ്യുന്നുണ്ട് അല്ലേ? 1-ൻ്റെയും 4-ൻ്റെയും ഇടയിലാണ് 2.5 ഉള്ളത്. അപ്പോൾ നമ്മുടെ മീൻ വാല്യൂ തിയറം ഇവിടെ വെരിഫൈ ആയിട്ടുണ്ട്. അപ്പം അത് മനസ്സിലായി വിചാരിക്കുന്നു. ഇനി ഇവിടെ ഇതിൻ്റെ ബി പാർട്ടിൽ ചോദിച്ചിട്ടുണ്ട് ഫൈൻഡ് ഓൾ സി വിച്ച് ബിലോങ്സ് ടു ഓപ്പൺ ഇൻട്രവൽ 1, 4 സച്ച് ദാറ്റ് എഫ് ഡാഷ് ഓഫ് സി ഈക്വൽസ് 0. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണ നമ്പേഴ്സ് ഈ ഇൻട്രവലിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടുപിടിക്കാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മളിവിടെ എഫ് ഡാഷ് ഓഫ് സി കണ്ടുപിടിച്ചിട്ടുണ്ട്. ദറ്റ് ഇസ് 2c മൈനസ് 4 അല്ലേ? അപ്പം അതിനെ നിങ്ങൾ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യുക? 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക അല്ലേ? അപ്പം ഇതിൽ നിന്ന് c എന്ത് കിട്ടും? 2c ഈക്വൽസ് 4. ദിസ് ഇംപ്ലൈസ് c ഈക്വൽസ് 4/2 ദറ്റ് ഇസ് ഈക്വൽ ടു 2. അപ്പം നമുക്ക് c എന്താ കിട്ടിയത്? 2 ആണ് കിട്ടിയത്. ഇത് 1, 4 എന്ന് പറഞ്ഞ ഇൻട്രവലിൻ്റെ ഉള്ളിൽ ലൈ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ എഫ് ഡാഷ് ഓഫ് 2 കണ്ടാൽ നിങ്ങൾക്ക് 0 ആണ് കിട്ടുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഈ സിയുടെ പ്ലേസിൽ ഞാൻ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എഫ് ഡാഷ് ഓഫ് 2 ദറ്റ് ഇസ് ഈക്വൽ ടു എന്താണ്? 2 ഇൻറ്റു 2 മൈനസ് 4 ദറ്റ് ഇസ് ഈക്വൽ ടു എന്താ? 2 ഇൻറ്റു 2 ദറ്റ് ഇസ് 4. 4 മൈനസ് 4 ഇസ് 0. അപ്പോൾ നമ്മൾ എഫ് ഡാഷ് ഓഫ് 2 കണ്ടപ്പോൾ 0 ആണ് കിട്ടിയത്. അപ്പം ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ഇതേപോലത്തെ തന്നെ സെയിം ക്വസ്റ്റ്യൻ എക്സസൈസിലുണ്ട്. നിങ്ങളതൊന്ന് ചെയ്ത് നോക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എക്സാമിൻ ഇഫ് റോൾസ് തിയറം ഇസ് അപ്ലിക്കബിൾ. അപ്പം നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ എന്താണ്? ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ ആണ്. അതിൻ്റെ ഡൊമെയിൻ ക്ലോസ്ഡ് ഇൻട്രവൽ 5, 9 ആണ്. അപ്പം ഈ ഫംഗ്ഷൻ റോൾസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യുമോ? റോൾസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ഫംഗ്ഷൻ എന്താവണം? ഡൊമെയിനിൽ കണ്ടിന്യൂസ് ആവണം. പിന്നെ സെക്കൻഡ് കണ്ടീഷൻ ഓപ്പൺ ഇൻട്രവൽ 5, 9 ഫംഗ്ഷൻ എന്താവണം? ഡിഫറൻഷ്യബിൾ ആവണം. മൂന്നാമത്തെ കണ്ടീഷൻ ഈ എൻഡ് പോയിന്റ്സിൽ വാല്യൂ ഓഫ് ഫംഗ്ഷൻ എന്താവണം?
ഈക്വൽ ആവണം. ഈ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ആവണം അല്ലേ. അപ്പം നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ എന്താ? ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ ആണ്. നമ്മൾ പഠിച്ചതാണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ ഇസ് നോട്ട് കണ്ടിന്യൂസ് ആൻഡ് ഡിഫറൻഷ്യബിൾ. അപ്പം അതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതൊക്കെ എന്തായാലും നിങ്ങൾ പഠിച്ചു വെക്കുക. ഇതിൻ്റെ ഗ്രാഫ് നിങ്ങൾക്ക് അറിയാലോ. ഇതിൻ്റെ ഗ്രാഫ് എങ്ങനെയാ? ഇങ്ങനെ സ്റ്റെപ്പ് കയറി പോണ പോലെയാണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഉള്ളത്. ഇത് കണ്ടിന്യൂസ് ആണോ? ഇത് നമുക്ക് കൈ എടുക്കാണ്ട് വരയ്ക്കാൻ പറ്റില്ല അല്ലേ. ഇത് കണ്ടിന്യൂസ് അല്ല. പിന്നെ ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ല എന്നും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ റോൾസ് തിയറത്തിന്റെ ഫസ്റ്റ് 2 കണ്ടീഷനും ഇയാൾ സാറ്റിസ്ഫൈ ചെയ്യണില്ല. അതുകൊണ്ട് റോൾസ് തിയറം ഇസ് നോട്ട് ആപ്ലിക്കബിൾ. ഇവിടെ റോൾസ് തിയറത്തിന് പകരം മീൻ വാല്യൂ തിയറം ആണെങ്കിലോ എന്തെങ്കിലും മാറ്റം സംഭവിക്കുമോ? മീൻ വാല്യൂ തിയറത്തിനും ഈ 2 കണ്ടീഷനാണുള്ളത് അല്ലേ. ഈ 3ാമത്തെ കണ്ടീഷൻ ഇല്ല. ഈ 2 കണ്ടീഷൻ മീൻ വാല്യൂ തിയറത്തിനും സാറ്റിസ്ഫൈ ആവണം അല്ലേ. അപ്പൊ ഈ ഫംഗ്ഷന്റെ കേസിൽ റോൾസ് തിയറം ആൻഡ് മീൻ വാല്യൂ തിയറം ഇസ് നോട്ട് ആപ്ലിക്കബിൾ. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എഫ് ഫ്രം ക്ലോസ്ഡ് ഇന്റർവെൽ -5 5 to r is a differentiable function and if f dash of x does not vanish anywhere, prove that f of -5 is not equal to f of 5. നമുക്ക് തന്നിട്ടുള്ള 2 കാര്യങ്ങളാണ്. ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിളുമാണ്. ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എടുത്താൽ അതൊരിക്കലും 0 ആവില്ല. എഫ് ഡാഷ് ഓഫ് എക്സ് ഡസ് നോട്ട് വാനിഷ് എനിവെയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് നോട്ട് ഈക്വൽ ടു 0 എന്നാണ്. അപ്പം തന്നിട്ടുള്ള ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ് ആൻഡ് ഡെറിവേറ്റീവ് കണ്ടാൽ അതൊരിക്കലും 0 ആവില്ല. ഈ 2 കാര്യം നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് എഫ് ഓഫ് -5 ഇസ് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് 5. ഇപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ അതെന്തായാലും കണ്ടിന്യൂസ് ആയിരിക്കും. ഇതിൻ്റെ പ്രൂഫൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കോൺവേഴ്സ് ട്രൂ അല്ല എന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടുകളാണ്. ഇപ്പോൾ ഓർമ്മ വരുന്നില്ലെങ്കിൽ ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്ത് വെക്കുക കേട്ടോ. ദിസ് ഇംപ്ലൈസ് f from closed interval -5 5 to r is also continuous. Differentiable implies continuity. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ അതെന്തായാലും കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ കണ്ടിന്യൂസും ആണ് ഡിഫറൻഷ്യബിൾ ആണ്. അപ്പോൾ നമുക്കിവിടെ മീൻ വാല്യൂ തിയറം യൂസ് ചെയ്യാം. അപ്പോൾ ക്ലോസ്ഡ് ഇൻ്റർവെൽ -5 5ൻ്റെ ഇടയിൽ നമുക്കൊരു c കണ്ടുപിടിക്കാൻ പറ്റും such that f dash of c will be equal to f of 5 minus f of -5 by 5 minus 5. ഇവിടെ ഡെറിവേറ്റീവ് ഒരു സ്ഥലത്തും വാനിഷ് ആവില്ല അല്ലേ. അപ്പോൾ നമ്മൾ എഫ് ഡാഷ് ഓഫ് സി കണ്ടാലും അതെന്താവില്ല? ദറ്റ് വിൽ ബി നോട്ട് ഈക്വൽ ടു 0. ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഡെറിവേറ്റീവ് ഒറ്റ സ്ഥലത്തും വാനിഷ് ആവില്ല. അപ്പോൾ ഇവിടെ എക്സ് സി ആവണ പോയിന്റിലും ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്താവില്ല? 0 ആവില്ല. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എഫ് ഓഫ് 5 മൈനസ് എഫ് ഓഫ് -5 ബൈ 5 minus -5 that is 10 that is not equal to 0. അപ്പോൾ 10നെ അങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ എഫ് ഓഫ് 5 മൈനസ് എഫ് ഓഫ് -5 നോട്ട് ഈക്വൽ ടു 0 ഇൻറ്റു 10 that is equal to 0. സിംപ്ലൈസ് എന്താണ്? ഇയാളിനെ ഞാൻ റൈറ്റിലേക്ക് എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എഫ് ഓഫ് 5 ഇസ് നോട്ട് ഈക്വൽ ടു ഈ ടേം ഇങ്ങോട്ട് വരുമ്പോൾ എന്തായി മാറും? എഫ് ഓഫ് -5 ആയി മാറും. അപ്പം ഇതാണ് നമുക്ക് ഷോ ചെയ്യാനുണ്ടായിരുന്നേ അല്ലേ. നോക്കിയേ, അപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട് എഫ് ഓഫ് -5 ഇസ് നോട്ട് ഈക്വൽ ടു 5. അപ്പം ഇത്രയ്ക്കുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്കിവിടെ തന്നിട്ടുണ്ടായിരുന്നു ഈ ഫംഗ്ഷൻ എന്താണ്? ഡിഫറൻഷ്യബിൾ ആണ്. അപ്പോൾ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ അതെന്തായാലും കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ ഈ കാര്യം നമുക്ക് കിട്ടി. അപ്പോൾ നമുക്കറിയാം ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസും ഡിഫറൻഷ്യബിളും ആണെങ്കിൽ നമുക്ക് മീൻ വാല്യൂ തിയറം യൂസ് ചെയ്യാൻ പറ്റും. അപ്പം അതിൻ്റെ കാര്യം നമ്മൾ എഴുതി. പിന്നെ ഇവിടെ തന്നിട്ടുണ്ട് നമ്മുടെ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഒരു സ്ഥലത്തും വാനിഷ് ആവില്ല, വിച്ച് മീൻസ് എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് നോട്ട് ഈക്വൽ ടു 0. ഇപ്പോൾ ഇവിടെ എക്സ് എന്ന് പറയുന്നത് സി ആയാലും എഫ് ഡാഷ് ഓഫ് സി വിൽ ബി നോട്ട് ഈക്വൽ ടു 0. അപ്പം അതുകൊണ്ടാണ് ഇവിടെ നോട്ട് ഈക്വൽ ടു 0 എന്ന് എഴുതിയത്. എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ആൻസർ കിട്ടി.
അപ്പം ഇത്ര കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. മീൻ വാല്യൂ തിയറം ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മുടെ ചാപ്റ്റർ 5 ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കണ്ടിന്യൂറ്റിയും ഡിഫറൻഷ്യബിലിറ്റി ഒക്കെ മനസ്സിലായി വിചാരിക്കുന്നു. നന്നായിട്ട് തന്നെ പഠിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്റർ ആണിത്. ഹയർ സ്റ്റഡീസിനൊക്കെ ആവശ്യം വരും. ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പോൾ കാര്യമായിട്ട് തന്നെ പഠിക്കുക. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വേഗം തന്നെ കാണാം. താങ്ക്